നമസ്കാരം. ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച പ്രസ്ഥാനമാണ് UNRWA. ഇത് ഫലസ്തീനിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ് നമ്മുടെ സങ്കല്പം. പക്ഷേ ഇസ്രായേലാകട്ടെ നിരന്തരമായി ഈ സംഘടനയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഹമാസ് തീവ്രവാദികളുമായി ഈ സംഘടനയ്ക്ക്, ഈ പ്രസ്ഥാനത്തിന് അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ നിരന്തരമായി ആരോപിച്ചിരുന്നത്. ഇതിന് നിരവധി തെളിവുകളും അവർ ഹാജരാക്കുന്നുണ്ടായിരുന്നു. UNRWAയുടെ കീഴിൽ ഗസയിലും മറ്റും അതുപോലെ കിഴക്കൻ ഇസ്രായേലിലൊക്കെ തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ ആരോഗ്യ കേന്ദ്രങ്ങളുമൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലെ ജീവനക്കാരിൽ ഭൂരിപക്ഷം പേരും ഹമാസ് തീവ്രവാദികളാണ് എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. UNRWA സ്ഥാപിച്ചിട്ടുള്ള സ്കൂളുകളിലെ പ്രധാനപ്പെട്ട അധ്യാപകരൊക്കെ തന്നെ ഹമാസ് തീവ്രവാദികളായിരുന്നു എന്നും ഇവരിൽ പലരും ഒക്ടോബർ 7 ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളവരാണ് എന്നുമായിരുന്നു നേരത്തെ ഇസ്രായേൽ ആരോപണം ഉന്നയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ ആരോപണങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഐക്യരാഷ്ട്രസഭ അവിടെ സ്ഥാപിച്ച ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിലധികം പേരും പ്രാദേശികമായി തന്നെ റിക്രൂട്ട് ചെയ്യപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഗാസയിലും പരിസര പ്രദേശങ്ങളിലും കിഴക്കൻ ഇസ്രായേലിലുമൊക്കെ ഉള്ള നിരവധി തീവ്രവാദികൾ ഈ പ്രസ്ഥാനത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഐക്യരാഷ്ട്രസഭ ഹമാസിനെ അനുകൂലിക്കുന്ന സംഘടനയായി മാറി എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപണം ഉന്നയിച്ചത്. ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയ സന്ദർഭത്തിലും ഐക്യരാഷ്ട്രസഭ അക്കാര്യത്തിൽ സജീവമായി ഇടപെട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്നും പറഞ്ഞത് ഐക്യരാഷ്ട്രസഭ ഹമാസിനൊപ്പമാണ് എന്നാണ്. ഈ ദിവസങ്ങളിൽ UNRWA വാർത്തകൾ നിറയുന്നത് കിഴക്കൻ ഇസ്രായേലിലുള്ള അവരുടെ ആസ്ഥാനം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഇടിച്ചു പൊളിച്ചതോടുകൂടിയാണ്. വലിയ തോതിലുള്ള ബുൾഡോസറുകളും ടാങ്കുകളുമൊക്കെയായി എത്തിയാണ്, സൈന്യത്തിൻ്റെയും വലിയ സാന്നിധ്യമുണ്ടായിരുന്നു, അവർ ഈ കെട്ടിടം ഇടിച്ച് നിരപ്പാക്കിയത്. ഇസ്രായേലിലെ സുരക്ഷാകാര്യ മന്ത്രിയായ ബെൻ ഗിവർ പറഞ്ഞത് ഇതൊരു ചരിത്രപരമായ നിമിഷമെന്നാണ്. കാരണം ഈ സംഘടന ഫലസ്തീനിലെ അഭയാർത്ഥികൾക്ക് വേണ്ടിയാണ് രൂപീകരിച്ചിട്ടുള്ളതെങ്കിൽ പോലും ഇവർ പ്രവർത്തിക്കുന്നത് ഹമാസിന് വേണ്ടിയാണ് എന്ന ഇസ്രായേലിൻ്റെ ആരോപണം ഒന്നുകൂടി ബെൻ ഗിവർ ആവർത്തിക്കുകയായിരുന്നു. ഇതൊരു പരിധിവരെ ശരിയാണ്. കാരണം ഐക്യരാഷ്ട്രസഭയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇസ്രായേലിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർ ഇടപെടാറില്ല. മാത്രവുമല്ല, ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ വിരുദ്ധമായി എന്തെങ്കിലും കാര്യം ആരെങ്കിലും ഒരു പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ രണ്ട് കൈ ഉയർത്തി സ്വാഗതം ചെയ്യുന്ന ഒരു രീതിയാണ് ഐക്യരാഷ്ട്രസഭയിലെ ഉന്നതർക്കുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിനെതിരെ വരെ ഇസ്രായേൽ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂത്തി മുതലെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇപ്പോൾ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയൊക്കെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ലെബനനിൽ ഇപ്പോൾ വീണ്ടും തലമുക്കാൻ ശ്രമിക്കുന്ന ഹിസ്ബുള്ള തീവ്രവാദികൾ അവർ അടിച്ചമർത്തുന്നുണ്ട്. ഒപ്പം ഹമാസിന് ഇപ്പോൾ വലിയ തോതിൽ പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത്. പക്ഷേ UNRWA പോലെയുള്ള സ്ഥാപനങ്ങൾ വഴി ഇപ്പോഴും ഹമാസിന് സഹായം എത്തുന്നുണ്ടെന്നും അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ഭക്ഷണ വസ്തുക്കളും അതുപോലെ മരുന്നും വിദ്യാഭ്യാസമൊക്കെ നൽകേണ്ട ഈ സ്ഥാപനം ഹമാസ് തീവ്രവാദികളുടെ കൈകളിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുമുള്ള ഇസ്രായേലിൻ്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന ഒരുപാട് സംഭവങ്ങൾ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ കെട്ടിടം ഇടിച്ചു നിരപ്പാക്കിയതിനെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് ഇസ്രായേൽ. മാത്രമല്ല, ഇവർ വളരെ കാലമായി നികുതി നൽകുന്നില്ലായിരുന്നു, ഈ കെട്ടിടത്തിൽ ഇനി പ്രവർത്തിക്കേണ്ടതില്ല എന്ന് നേരത്തെ ഇസ്രായേൽ UNRWAയോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒഴിഞ്ഞുകിടന്ന കെട്ടിടമാണ് തങ്ങൾ ഇടിച്ചു നിരപ്പാക്കിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത് എങ്കിൽ ഐക്യരാഷ്ട്രസഭ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിലാണ്. അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാന മന്ദിരമാണ് ഇസ്രായേൽ ഇടിച്ചു നിരപ്പാക്കിയതെന്നാണ് അവർ ആരോപിക്കുന്നത്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് എതിര് നിൽക്കുന്നവരൊക്കെ അല്ലെങ്കിൽ തങ്ങളെ രാജ്യം തകർക്കാൻ ശ്രമിക്കുന്ന ആരാണെങ്കിലും അവർ ഇടിച്ചു നിരപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. അത് പൂർത്തിയാക്കുന്നതിന് ഏതറ്റം വരെ പോകാനും അവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഒരു പോഷക സംഘടനയുടെ ഓഫീസ് കെട്ടിടം പോലും ഇടിച്ചു നിരത്തുന്ന അവസ്ഥയിലേക്ക് ചെല്ലാൻ അവരെ പ്രേരിപ്പിച്ചത്.